ശിവരാമകൃഷ്ണൻ പറയുകയാണ്, എന്റെ ജീവൻ രക്ഷിക്കാൻ ഇളയച്ചൻ വിധിച്ച ഉപാധിയുണ്ടല്ലോ, ആ ഉപാധി പ്രാവർത്തികമാക്കിയാൽ തൃച്ചംബരം തകരും. ആഭ്യന്തര യുദ്ധങ്ങൾ വരെ ഉണ്ടാകും. കാലജ്ഞാനിയും ലോകപരിജ്ഞാനവുമുള്ള മഹാരായ ഋഷികേശ സ്വാമികളെന്തേ മനസ്സിലാക്കാതെ പോയത്? ത്തോട് തന്നെ ചോദിക്കാനുമായിരുന്നില്ലേ? സാഹചര്യം അനുകൂലമല്ലായിരുന്നു. സ്വാമികൾ ഇവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ തന്നെയാണ് വന്നത്. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഗുരുജി. എന്താ ഋഷികേശ സ്വാമികൾ പറഞ്ഞത് വിശ്വാസമായില്ല എന്നുണ്ടോ? വിശ്വാസങ്ങളെക്കാൾ വലുതാണല്ലോ ഗുരുജി ചില ബന്ധങ്ങൾ. ഇളയച്ചന്റെ വരവ് തൃച്ചംബരത്തിനെന്നും ഉണർവും വാക്കുകളെന്നും ശാന്തിമന്ത്രങ്ങളും ആയിരുന്നു. ഇളയച്ചന്റെ വരവ് തൃച്ചംബരത്തെ ഗൃഹനാഥൻ എന്ന നിലയിൽ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവസാനമായി ഇളയച്ചൻ വന്നത് തൃച്ചംബരത്ത് അശാന്തി പരത്താനായിരുന്നു. ശ്രീരാമ, ലക്ഷങ്ങൾ മാനവേദനം പറ്റി ലോകമറിയുന്ന ശാസ്ത്ര പദവിയിൽ ഇരുന്നിട്ട് സുപ്രഭാതത്തിൽ എഴുന്നേറ്റുണർന്നത് കൈലാസത്തിലും ശ്രീനാഥിലും രാമേശ്വരത്തുമാണ്. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും കൊടുത്തുമാണ് ആർജിച്ച ജ്ഞാനവും ബോധവും ുമ്പോഴാണ് അദ്ദേഹം പ്രവചനങ്ങൾ നടത്താറുള്ളത്. സമയകാല ദിക്കുകളുടെ നേർവരയാണത്. തൃച്ചംബരത്തെ ഗൃഹനാഥന്റെ ജീവൻ രക്ഷിക്കാൻ സ്വാമികൾ പറഞ്ഞ ആ ഒരൊറ്റ മാർഗമേയുള്ളൂ. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അത് നടക്കില്ല. അച്ഛന് അതൊഴിച്ച് വേറെന്തു പരിഹാരവും പറയാം. വിവരം അദ്ദേഹത്തെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ ഗുരുജിയെ ഏൽപ്പിക്കുന്നു. പരിഹാരം വാശിയല്ല ശിവരാമ, ഗ്രഹണമാണ്. ഒരു പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം മാത്രമായിരിക്കില്ലല്ലോ ഗുരുജി. മറ്റെന്ത് പരിഹാരമാണുള്ളത് എന്നും കൂടി അറിയണം. പരിഹാരം കൂട്ടിക്കിഴക്കലുകളുടെ ആകെ തുകയാണ്. അത് ഒന്നേ ഉണ്ടാകാവൂ. കാരണം ഒന്നല്ല, ഒന്നിലേറെയാണ് കാത്തിരിക്കുന്നത്. രാമന്റെ അകാല വിയോഗം ഒരുപക്ഷെ അഖിലയുടെ ജീവൻ എടുത്തേക്കും. സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം ഉചിതമായെന്നേ ഞാൻ കരുതുന്നുള്ളൂ. കൊള്ളാം, ത്രികാലജ്ഞാനിയും സർവപൂജിതനുമായ ഋഷികേശ സ്വാമിയുടെ കണ്ടെത്തലുകൾ കൊള്ളാം. ഇതിന് പിന്തുണയുമായി ഗുരുജിയും. കൈവിട്ടു പോകാതിരിക്കാൻ ഉറക്കം നഷ്ടപ്പെട്ട ഒരച്ഛന്റെ ഹൃദയതാളമാണ്. പുണ്യതീർത്ഥം കൈക്കുമ്പിളിലെടുത്ത് അർപ്പിച്ചാൽ പോരാ. പിള്ളേരുടെ മനസ്സിന്റെ നീറ്റലും പുകച്ചിലും വേദനയും വെപ്രാളവും എന്താണെന്നു കൂടി അറിയാൻ ശ്രമിക്കണം. അപ്പോഴേ ശരിയായ പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ പറ്റുകയുള്ളൂ. നേരം ഗുരുജി ശിവരാമകൃഷ്ണനോട് പറയുകയാണ്, ഈ കല്യാണം നടന്നിരിക്കണം, നടന്നേ പറ്റൂ. നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ വിവാഹം നടക്കും. ഗാനം മുടങ്ങി തുടരണം എന്ന് പറഞ്ഞ് ഗുരുജി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സീതാലക്ഷ്മിയായി സംസാരിക്കുന്ന കല്യാണിയെയാണ്. സീതാലക്ഷ്മി പറയുകയാണ്, കല്യാണി, നിന്നെ അടിയന്തരമായി ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഇതെന്റെ മകളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. കാര്യങ്ങൾക്ക് വ്യക്തത വേണം. ഞാൻ നിന്നോട് ഫോണിൽ പറഞ്ഞിരുന്നല്ലോ, എന്റെ മോള് ഒരിക്കൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ആനന്ദിനെ എന്ന്. ഞാൻ കരുതിയതാണ് അഖില തന്നെ വീട്ടിലെത്തി എന്റെ മകളെ ആനന്ദിന് വേണ്ടി ആലോചിക്കുമെന്ന്. അത് നടന്നില്ല. കല്യാണി പറയുകയാണ്, ചില കാര്യങ്ങൾ അങ്ങനെയാണ് മാഡം. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടികളോ സംബന്ധ കുടുംബങ്ങളോ ഇല്ല. പക്ഷെ ആ മനുഷ്യൻ ആഗ്രഹിച്ചത് എന്നെ പോലുള്ള ഒരു പെൺകുട്ടിയെ ആയിപ്പോയി. അതെന്റെ കുറ്റം അല്ലല്ലോ. പക്ഷേ കുപ്പത്തൊട്ടിയിൽ വളർന്ന ജന്മത്തിനും സമ്പന്നതയിൽ വളരുന്ന ജന്മത്തിനും ഒരേ വികാരം തന്നെയല്ലേ പ്രണയത്തിന്. ഒരുപാട് ആഗ്രഹിച്ചാൽ അല്പം വൈകിയാണെങ്കിലും ദൈവം കൊണ്ടുതരും. ഇപ്പോൾ മാഡം മോളോട് നാട്ടിലേക്ക് വരാൻ പറയണം. ചില തിരിച്ചറിവുകൾ നമുക്ക് വൈകിയേ ഉണ്ടാകൂ. അതിനുള്ള പരിഹാരം ക്ഷമാപണമോ പ്രായശ്ചിത്തമോ എന്തും ആകാം. കല്യാണി, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചല്ലേ നിൽക്കുന്നത്? മാറ്റമൊന്നുമില്ലല്ലോ മാഡം. ഞാൻ ഡ്രൈവർ ദാസിന്റെ രക്തത്തിൽ പിറന്നവളാണ്. ആഗ്രഹിച്ച കൈകളെ വെട്ടിക്കളയാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല മാഡം. മാഡം വൈകാതെ എനിക്കൊരു മറുപടി തരണം. മറുപടിയായിരിക്കും ശിവരാമ സാറിന്റെ ജീവന്റെ വില. ആ ജീവൻ ഞാൻ കാരണം അവസാനിക്കരുത്. എനിക്ക് അത്രയേ വേണ്ടൂ. ഉചിതമായൊരു തീരുമാനം മാഡത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാഡം എന്താണ് ആലോചിക്കുന്നത്? വേറെന്ത്, ഈ കല്യാണത്തെ കുറിച്ച് തന്നെയാണ്. കല്യാണത്തിന് 1-2 മാസങ്ങൾ പോലും സമയമില്ലല്ലോ. ഉടൻ നടത്തണ്ടേ, അതും ദിവസങ്ങൾക്കുള്ളിൽ. എനിക്കൊരു ഒറ്റ മോളാണ്. ആലോചിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. പോരാത്തതിന് എങ്ങനെ ചിന്തിച്ചാലും ഇതൊരു സെക്കൻഡ് മാരേജ് അല്ലേ. മാഡത്തിന്റെ മോള് തൃച്ചംബരത്ത് വെറുമൊരു മരുമകളായിട്ടല്ല ജീവിക്കാൻ പോകുന്നത്, മഹാറാണിയായിട്ടാണ്. അതെ മാഡം, ആനന്ദ് സാറിനെ പോലൊരു ഭർത്താവിനെ കിട്ടാൽ മാഡത്തിന്റെ മോള് പൂർവ്വജന്മ പുണ്യം ചെയ്യണം. അതൊക്കെ ശരി തന്നെ. പക്ഷേ കല്യാണി, നീ? ഇല്ല മാഡം, ഈ കല്യാണത്തിന് ശേഷം എന്നെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാണ്. ശരി, നീ ഇപ്പൊ പൊയ്ക്കോ. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. മറുപടി അറിയിക്കാം മാഡം പ്ലീസ് എന്ന് പറയുകയാണ് കല്യാണി. കല്യാണി പൊയ്ക്കോ, ഏതായാലും മറുപടി ഞാൻ വിളിച്ചറിയിക്കാം. മാഡത്തിനെ വിശ്വസിച്ചാണ് ഞാനിപ്പോൾ പോകുന്നത്. മാഡം വാക്കുമാറ്റി പറഞ്ഞെന്നെ ചതിക്കരുത്. അത് കേട്ട് സീതാലക്ഷ്മി പറയുകയാണ്, വിശ്വാസങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തിയത് നീയല്ലേ കല്യാണി? ഒരർത്ഥത്തിൽ നീ ആനന്ദകൃഷ്ണനെ ചതിക്കുകയല്ലായിരുന്നോ? അങ്ങനെയുള്ള നിന്നെ ഞാൻ ചതിക്കരുതെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. ചെല്ല്, ഞാൻ മറുപടി അറിയിക്കാം. ആദ്യം ഞാൻ എന്റെ മകളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതിനുശേഷം കല്യാണി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്ന ജയന്തിയാണ്. ഈശ്വര രക്ഷിക്കണേ, ഇനി എന്നെ ഒരു ഭൂതവും പ്രേതവും ഒന്നും പിടിക്കരുതേ. അന്നേരം അമ്പലത്തിൽ വെച്ച് ജയന്തി പ്രിയങ്കയെ കാണുകയാണ്. പ്രിയങ്കയെ കണ്ട് ജയന്തി പറയുകയാണ്,
ഹാ, ഇത് ഭയങ്കര ഫസ്റ്റ് പ്രൈസ് ആണല്ലോ. ഫസ്റ്റ് പ്രൈസ് അല്ല, സർപ്രൈസ്. ജയന്തി, നീ കുംഭകർണ സേവയൊക്കെ മതിയാക്കിയിട്ട് ഭഗവതി സേവ തുടങ്ങിയോ? ജയന്തി, നിന്റെ ദേഹത്തെ ഗന്ധർവൻ കൂടിയെന്നറിഞ്ഞല്ലോ. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ആ ഗന്ധർവനെ ഒഴിപ്പിച്ച് ഞാനൊരു അപ്സരസാക്കി മാറ്റാം. അയ്യോ വേണ്ടായേ, ഒരു ഗന്ധർവനെ ഒഴിപ്പിച്ചു കിട്ടിയ പാട് എനിക്ക് തന്നെ അറിയാവൂ. ഈ ഒരു അപ്സരസിനെ കൂടി ഈ ബോഡി താങ്ങില്ല. നിങ്ങൾ പറയുകയാണ് അങ്ങനെ ഒഴിപ്പിച്ചു വിടുന്ന അപ്സരസല്ല. അംബരത്തിന്റെ സിംഹാസനത്തിൽ നിവർന്നിരിക്കുന്ന സർവാഭരണ വിഭൂഷിതയായ വികാരത്തിന്റെ കിരീടവും ചെങ്കോലുമുള്ള ശമ്പരത്തിന്റെ പുതിയ അവകാശിയായ അപ്സരസ്. ഇത് കേട്ട് ജയന്തി പറയുകയാണ്, പ്രിയങ്കെ, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. എന്നാൽ എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് മാത്രം സുഖമുള്ള കാര്യമല്ല ജയന്തി ഞാൻ പറഞ്ഞത്. സമർത്ഥയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തൃച്ചംബരത്ത് വിലാസിനി ആന്റിയേക്കാൾ സമർത്ഥ. സുന്ദരി, നിന്നെ എനിക്ക് വേണം. ഇത് കേട്ട് ജയന്തി മനസ്സിൽ പറയുകയാണ്, അപ്പോ എന്നെ ഒരു മനുഷ്യ ബോംബാക്കി തൃച്ചംബരത്തേക്ക് പറഞ്ഞയക്കാനാണ് പ്രിയങ്കയുടെ പ്ലാൻ. ചെങ്കോലവും കിരീടം എന്നൊക്കെ പറഞ്ഞ് ബോംബ് മുതുവത്ത് കെട്ടിവെച്ച് പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. നീ എന്താ ജയന്തി ആലോചിക്കുന്നത്? ഏയ്, ആ ചെങ്കോലിന്റെയും കിരീടത്തിന്റെയും ഷേപ്പ് എങ്ങനെ ആയിരിക്കുമെന്ന് ആലോചിച്ചതാണ്. ജയന്തി, ഇപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്. ചമ്പരത്ത് ഒരു എത്തൽ കണ്ണിയെ പോലെ ആർക്കും വേണ്ടാതെ നിൽക്കുന്ന നിനക്ക് ചമ്പരമാകെ പടർന്നു കയറാനുള്ള ഒരു അവസരം. നിനക്ക് എന്നെ വിശ്വസിക്കാം. പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുള്ളവളാണ് ഈ നാഗമടത്ത് പ്രിയങ്ക. ഒരിക്കൽ നീയും തൃച്ചംബരത്തെ മരുമകൾ സ്ഥാനം കൊതിച്ചതാണെന്നും മറക്കേണ്ട. വാ, നീ വന്നേ എന്നും പറഞ്ഞ് ജയന്തിയെ പിടിച്ചുകൊണ്ടുപോവുകയാണ് പ്രിയങ്ക. അമ്പലത്തിന് പുറത്തെത്തിയിട്ട് ജയന്തിയോട് പ്രിയങ്ക പറയുകയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ജയന്തി, നീ എനിക്ക് ഒന്നുകിൽ നന്ദനെ പറഞ്ഞു തിരിപ്പിച്ച് എന്റെ പക്ഷത്താക്കി തരണം. അത് ഈസിയാണല്ലോ. കാരണം തൃച്ചംബരത്തിന്റെ യഥാർത്ഥ മരുമകളായി വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവളാണ് നന്ദന. ഒരു പക്ഷേ കല്യാണിക്ക് വേണ്ടി ആ സ്ഥാനം മാറിക്കൊടുത്താലും മറ്റൊരു പെണ്ണിന് വേണ്ടി അവൾ അത് ചെയ്യില്ല. ജയന്തി പറയുകയാണ്, നന്ദനെ പറഞ്ഞു തിരിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരി, അങ്ങനെയാണെങ്കിൽ നന്ദനയുടെ വയറ്റിൽ വളരുന്ന തൃച്ചംബരത്തിന്റെ അടുത്ത അവകാശിയെ നശിപ്പിക്കണം. എന്താ, നീ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ് പ്രിയങ്ക. ശരി, ഇനി അതും അല്ലെങ്കിൽ ആനന്ദിനെ നിനക്ക് ഭർത്താവായിട്ട് സ്വീകരിച്ചൂടെ? അത് കേട്ട് സന്തോഷിക്കുകയാണ് ജയന്തി. പ്രിയങ്ക പറയുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നടക്കും. നീ ആയിരിക്കും തൃച്ചംബരത്തിന്റെ അടുത്ത അവകാശി. ജയന്തി പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഞാനത് ചിന്തിച്ച് ആന്റിയുടെ മുൻപിൽ അവതരിപ്പിച്ചായിരുന്നു. പക്ഷെ അത് ഏറ്റില്ല. അത് സാരമില്ല, ഇനിയും 2 വഴികൾ കൂടിയുണ്ട്. അത് രണ്ടും നിനക്ക് സ്വർഗജീവിതത്തിലേക്കുള്ള വഴികളാണ്. ചിന്തിക്ക്, നന്നായിട്ട് ചിന്തിക്ക്. മറുപടിക്കായി വിളിക്കണമെന്നില്ല, ചെയ്ത് കാണിച്ചിട്ട് വിളിക്ക്. എന്നാ ഞാൻ പോയി തൊഴട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്തെ ഹാളിൽ എല്ലാവരും ഉണ്ട്. അഖിലാണ്ടേശ്വരിയും നന്ദനയും അരവിന്ദും ആനന്ദും ഒക്കെ. അങ്ങോട്ടത്തേക്ക് വിലാസിനി എത്തുകയാണ്. അങ്ങോട്ട് വരുന്ന കല്യാണി നോക്കി വിലാസിനി പറയുകയാണ്, ഇവൾ എന്തിനുള്ള പുറപ്പാടാണോ ആവോ. കല്യാണി വന്ന് അഖിലാണ്ടേശ്വരിയോട് പറയുകയാണ്, മാഡം, ഒരാലോചന ഏറെക്കുറെ ഒത്തുവന്നിട്ടുണ്ട്. നന്ദന ചോദിക്കുകയാണ്, കല്യാണി, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നും ശ്രദ്ധിക്കാതെ കല്യാണി പറയുകയാണ്, മാഡം, പെൺകുട്ടിയെ മാഡം അറിയും. മാഡത്തിന്റെ ഒരു കൂട്ടുകാരിയുടെ മകളാണ്. മംഗലത്ത് സീതാലക്ഷ്മി മാഡത്തിന്റെ മകൾ വൈജയന്തി. സങ്കടം ഉള്ളിലൊതുക്കി വിങ്ങിപ്പൊട്ട് നിൽക്കുകയാണ് ആനന്ദ്. വലിയ കുഞ്ഞിനു വേണ്ടി വൈജയന്തിയെ പണ്ട് ആലോചിച്ചതാണെന്ന് സീതാലക്ഷ്മി മാഡം പറഞ്ഞു. കുഞ്ഞുമായിട്ടുള്ള കല്യാണം നടക്കാത്തതിന്റെ പേരിൽ കല്യാണമേ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണ് വൈജയന്തി. ഇപ്പോ ആള് സ്ഥലത്തില്ല. അന്ന് നടക്കാതിരുന്ന കല്യാണം ഇനിയെങ്കിലും നടക്കുമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും അവർ. അന്നേരം വൈജയന്തിയുടെ അമ്മ സീതാലക്ഷ്മി അഖിലാണ്ടേശ്വരിയെ ഫോൺ വിളിക്കുകയാണ്. സീതാലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ സീതാലക്ഷ്മി പറയണം, അഖില, എത്ര നാളുകളായി ശ്രമിക്കുന്നു ഒന്ന് വിളിക്കാൻ. അതെ, സാഹചര്യം അനുവദിക്കുന്നില്ല. പക്ഷെ അഖിലയെ എന്നും ഞാൻ ഓർക്കാറുണ്ട്. മാത്രവുമല്ല, എന്നെപ്പോലെ അല്ലല്ലോ അഖില. വളരെ തിരക്കുള്ളവളല്ലേ. ബിസിനസ്, ചാരിറ്റി, സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. ഞാൻ വെറുതെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. ഇടയ്ക്കൊന്ന് മരിച്ച് ജീവിച്ച കഥ ഞാനും അറിഞ്ഞു. പിന്നെ ഇപ്പൊ വിളിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ അഖില പറയുകയാണ്, മനസ്സിലായി. കല്യാണി സീതാലക്ഷ്മിയെ വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം കല്യാണി സത്യസന്ധമായി എന്നോട് പറഞ്ഞു. അഖിലയുടെ മകൻ ആനന്ദകൃഷ്ണനുമായി എന്റെ മകൾ വൈജയന്തി ആയിട്ടുള്ള കല്യാണം നടത്തണമെന്ന്. ഞാൻ വൈജയന്തുമായി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് കല്യാണിയോട് പറഞ്ഞു. ആലോചിച്ചു, മറുപടി പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. ശരി സീതാലക്ഷ്മി, അതിന്റെ മറുപടി എന്തായാലും കല്യാണിയോട് തന്നെ പറഞ്ഞാൽ മതി. അതിനുശേഷം അഖില കല്യാണിക്ക് ഫോൺ കൊടുക്കുകയാണ്. ഹലോ കല്യാണിയാണ് മാഡം എന്ന് പറയുമ്പോൾ സീതാലക്ഷ്മി പറയാണ്, കല്യാണി, അഖിലയ്ക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കും സമ്മതമാണ് കല്യാണി. സന്തോഷമായി മാഡം എന്ന് പറയുകയാണ് കല്യാണി. ഞാൻ വൈജയന്തിയുമായി സംസാരിച്ചു, അവൾക്കും സമ്മതം. ഇരു കൂട്ടർക്കും സമ്മതമായ സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് വളരെ വേഗം നീക്കണം. എത്രയും പെട്ടെന്ന് കല്യാണം. കല്യാണി പറയുകയാണ്, വളരെ നന്ദിയുണ്ട് മാഡം. ശരി കല്യാണി, എങ്കിൽ ഫോൺ വെക്കട്ടെ എന്നും പറഞ്ഞ് കല്യാണി ഫോൺ കട്ട് ചെയ്യുകയാണ്. കല്യാണി അഖിലയോട് പറയുകയാണ്, മാഡം, അവർ ഈ കല്യാണത്തിന് സമ്മതം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ട ശേഷം അഖില ആനന്ദിനോട് ചോദിക്കുകയാണ്, ഈ കല്യാണത്തിന് നിനക്ക് പൂർണ്ണ സമ്മതമാണോ ആനന്ദ്? മിണ്ടാതെ ആനന്ദ് നിൽക്കുമ്പോൾ അഖില വീണ്ടും ചോദിക്കുകയാണ്, കമോൺ ആൻസർ മീ. സങ്കടം ഉള്ളിലൊതുക്കി ആനന്ദ് പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണിയുടെ തീരുമാനം തന്നെയാണ് എന്റെയും തീരുമാനം. ഇത് കേട്ട് ദേഷ്യപ്പെട്ട അരവിന്ദ് പറയുകയാണ്,
അമ്മേ, ബ്രോ ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഒന്നായ ഹൃദയങ്ങളാണമ്മേ എല്ലാവരും കൂടി മുറിച്ചു മാറ്റുന്നത്. നന്ദന ചോദിക്കുകയാണ്, ഇതൊക്കെ എന്ത് ക്രൂരതയാണ് ആന്റി? കണ്ടു നിൽക്കാനാവുന്നില്ല. അഖില പറയുകയാണ്, ഇക്കാര്യത്തിൽ കല്യാണിക്കപ്പുറം ഒരു തീരുമാനം ഇവിടെയില്ല. കല്യാണിയുടെ തീരുമാനപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ദേഷ്യപ്പെട്ട അരവിന്ദ് കല്യാണിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ബ്രോയെ മറക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പൊക്കോ എങ്ങോട്ടെങ്കിലും. എല്ലാവരും പോയ ശേഷം അവിടെ നിന്നും കരയുകയാണ് കല്യാണി. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്ക പറയുകയാണ്, മംഗലത്ത് സീതാലക്ഷ്മിയുടെ മകൾ വൈജയന്തിയോ? ആന്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത്? വിലാസിനി പറയാണ്, അതെ, അവര് സമ്മതവും പറഞ്ഞു കഴിഞ്ഞു. ചെമ്പരത്ത് ആനന്ദകൃഷ്ണന് പെണ്ണ് നോക്കുമ്പോൾ അതേതെങ്കിലും പ്രഭു കുടുംബത്തിൽ നിന്നാകുമെന്ന് കരുതി എനിക്ക് അറിയാവുന്ന തറവാട്ടുകാരെയൊക്കെ പിന്തിരിപ്പിച്ച് വെച്ചിരുന്നതാണ് ഞാൻ. അവിടെയും ഈ മംഗലത്ത് സീതാലക്ഷ്മിയുടെ കാര്യം മറന്നു. വിലാസിനി പറയുകയാണ്, മറന്നില്ലെങ്കിലും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഈ മംഗലത്ത് സീതാലക്ഷ്മി. മക്കളുടെ കാര്യം വരുമ്പോൾ എന്ത് ചങ്ങാത്തമാണ് ആന്റി? രണ്ടാം കെട്ട് എന്നൊരൊറ്റ കാര്യം പോലെ ഈ തീരുമാനം മാറി മറിയാൻ. തിരിച്ചുകൊണ്ട് വിലാസിനി പറയാണ്, അവിടെയും നിനക്ക് തെറ്റി. നീ ഈ പറഞ്ഞ മംഗലത്ത് സീതാലക്ഷ്മിയുടെ മകൾ വൈജയന്തി, അവള് നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ പണക്കാരി പെണ്ണല്ല. അഴകും അറിവും സാമർഥ്യവും ഉള്ളവളാണ്. ഡൽഹിയിൽ അവൾ ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. പോരാത്തതിന് ഒരു കാലത്ത് ആനന്ദിനെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നതും. ഓഹോ, തിരശ്ശീലയ്ക്ക് പിന്നിൽ അങ്ങനെയും ഒരു കഥയുണ്ടോ? ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.